ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് പോകും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകാനും തീരുമാനം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ? വേണു, കുവൈറ്റിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രത്യേക മന്ത്രിസഭാ യോഗം അല്പസമയം മുൻപ് ചേർന്നത്. ഇതിലാണ് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് പോകും. മന്ത്രിസഭാ യോഗമാണ് ആരോഗ്യമന്ത്രി ചുമതലപ്പെടുത്തിയത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഉടൻ അടിയന്തര സഹായം നൽകും. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ജീവൻ ബാബു IAS കുവൈറ്റിലേക്ക് പോകും. ആരോഗ്യമന്ത്രിയും ജീവൻ ബാബു IAS രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും. അതായത് കുവൈറ്റിലെ പ്രവാസി സംഘടനകൾ, നോർക്ക റൂട്ട്സ്, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കമുള്ള ആളുകളുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ച് നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും അതേപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നീക്കങ്ങളായിരിക്കും ഇരുവരും, ആരോഗ്യമന്ത്രിയും ജീവൻ ബാബു IAS നടത്തുക. ഇതിനായി ഇന്ന് തന്നെ, അതായത് ഉച്ചയോടുകൂടി തന്നെ കുവൈറ്റിലേക്ക് പോകാനുള്ള നീക്കമായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗ വിവരമായി നമുക്ക് പുറത്ത് ലഭിക്കുന്നത്. ഏതായാലും വലിയ ഗൗരവത്തിൽ സർക്കാർ ഈ വിഷയത്തെ കാണുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ കാര്യമായിരുന്നു. അതിന് പിന്നാലെ ഇനിയും ചില വ്യക്തതകൾ, അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ചില വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. നോർക്ക അടക്കം അതിനുള്ള ശ്രമവും ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ബന്ധുക്കളെ അടക്കം അക്കാര്യം അറിയിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾ, അവരെ അടക്കം നേരിട്ട് സന്ദർശിക്കുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ചികിത്സ, തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നു. പിന്നാലെ ഈ മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത്. വേണു, ഷഫീദ്, ഇപ്പോൾ ഈ ബലിപെരുന്നാളിന്റെ അവധി നാളെ മുതൽ തുടങ്ങുമെന്നാണ് കുവൈറ്റിൽ നിന്ന് അരുൺ പാറാട്ട് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള തടസ്സമാകുമോ? അത്തരം കാര്യങ്ങളൊക്കെ മന്ത്രിസഭാ യോഗം കൂടിയാലോചന നടത്തിയോ? അങ്ങനെ ചില ആശങ്കകൾ സ്വാഭാവികമായിട്ടുമുണ്ട്. കാരണം അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കുവൈറ്റ് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളിലുള്ള പ്രവർത്തനം അത് കാര്യമായി ഉണ്ടാകില്ല. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയും എംബസി വഴി ഇക്കാര്യം ക്ലിയർ ചെയ്യുകയും ശ്രമിക്കാനാണ് സംസ്ഥാന സർക്കാർ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ കുവൈറ്റ് മിനിസ്ട്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് ഈ അവധി കാരണം തടസ്സപ്പെടരുത് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ആരോഗ്യമന്ത്രിയും ജീവൻ ബാബു IAS അങ്ങോട്ടേക്ക് അയക്കാൻ, കുവൈറ്റിലേക്ക് അയക്കാൻ നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, അവധി പ്രതിസന്ധിയാകരുത് എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ കരുതുന്ന ഒരു കാര്യമാണ്. ആവശ്യമെങ്കിൽ നേരിട്ട്, അതായത് കുവൈറ്റിലെ മലയാളികളായിട്ടുള്ള വ്യവസായികൾ അടക്കമുള്ള ആളുകളുമായി നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം നമുക്കറിയാൻ കഴിയുക. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ ഡിലേ ഉണ്ടാകരുത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്ന കാര്യം. മാത്രമല്ല, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ കൂടി സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നോർക്ക വഴിയും അതേപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയുമുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇതിനോടകം തന്നെ അത്തരത്തിൽ ആശയവിനിമയങ്ങൾ മന്ത്രിസഭാ യോഗ സമയത്ത് തന്നെ നടത്തി എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. വേണു, ശരി. ഷഫീദ് റാവുത്തറാണ് അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്.